നമസ്കാരം. പാർട്ടി വോട്ടുകൾ ബി.ജെ.പിക്ക് മറയുകയാണെന്ന് CPM സംസ്ഥാന കമ്മിറ്റി റിപ്പോർട്ട്. ആറ്റിങ്ങലിലെ LDF പരാജയത്തിന്റെ കാരണം വോട്ടുകൾ ബി.ജെ.പിക്ക് പോയതാണ്. ആലപ്പുഴയും തൃശൂരും അടക്കമുള്ള പല മണ്ഡലങ്ങളിലും ഇത് ഉണ്ടായിരുന്നു. ആറ്റിങ്ങലിൽ UDF വിജയിച്ചത് LDF വോട്ട് ബി.ജെ.പിക്ക് ചോർന്നതുകൊണ്ട് മാത്രമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മലപ്പുറം, പൊന്നാനി, ചാലക്കുടി, പത്തനംതിട്ട ഒഴിച്ചുള്ള 16 ലോക്സഭാ മണ്ഡലങ്ങളിലും ബി.ജെ.പിയുടെ വോട്ട് വർദ്ധിച്ചിട്ടുണ്ടായിരുന്നു. 18 നിയമസഭാ മണ്ഡലങ്ങളിൽ LDF-നേക്കാൾ കൂടുതൽ വോട്ട് ബി.ജെ.പിക്ക് കിട്ടിയിരുന്നു. LDF-ന് ലീഡ് കിട്ടിയ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണവും 18 ആണ്. ബി.ജെ.പി അടുത്തെത്തി 11 മണ്ഡലങ്ങളുടെ ലീഡ്. വിശ്വാസികളുടെ പിന്തുണ ആർജിക്കാനായി ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് ബി.ജെ.പി നടത്തിയ നീക്കം ഗൗരവത്തോടെ കണ്ടില്ലെന്ന സ്വയം വിമർശനവും പാർട്ടി നടത്തുകയുണ്ടായി. കേരള രാഷ്ട്രീയത്തിൽ നയമാറ്റങ്ങളിലേക്ക് CPM ചുവടുവയ്ക്കുകയാണ്. രാഷ്ട്രീയ ലൈൻ പൊളിച്ചെഴുതാനാണ് പാർട്ടിയുടെ നീക്കം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയെ തുടർന്നാണ് ഈ തീരുമാനമെടുത്തിരിക്കുന്നത്. അനുഭാവപൂർണമായ സമീപനം കൈക്കൊണ്ടിട്ടും ന്യൂനപക്ഷ വോട്ടുകൾ ഒറ്റക്കെട്ടായി UDF-ലേക്ക് പോയത് കനത്ത തിരിച്ചടിയാണ് പാർട്ടി വിലയിരുത്തുന്നത്. ന്യൂനപക്ഷങ്ങളോട് ചായുന്നുവെന്ന ആരോപണം ശക്തമായതോടെ CPM-ന്റെ പരമ്പരാഗതമായ വോട്ടുകളും പാർട്ടിയെ കൈവിട്ടിരിക്കുകയാണ്. ഇതെല്ലാം മനസ്സിലാക്കിയാണ് പുതിയ രാഷ്ട്രീയ ലൈനിലേക്ക് പാർട്ടി ഇനി നീങ്ങുന്നത്. നയമാറ്റത്തിന്റെ ഭാഗമായി ലീഗുമായി ഇനി സന്ധി ചെയ്യില്ല. SDPI-യോടുള്ള സമീപനം ലീഗിന് കൂടി ബാധകമാകും. ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതകളെ ഒരുമിച്ച് നേരിടാനാണ് സംസ്ഥാന കമ്മിറ്റി തീരുമാനം. ന്യൂനപക്ഷങ്ങളോട് ചായുന്ന നിലപാട് സ്വീകരിച്ചപ്പോൾ പാർട്ടിയുടെ അടിസ്ഥാന പ്രമാണങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നുവെന്നും CPM വിലയിരുത്തിയിട്ടുണ്ട്. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ CPM നീക്കങ്ങൾ പിഴച്ചത് പാർട്ടിയിൽ വ്യാപക ചർച്ചയ്ക്ക് വഴിവെച്ചിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ ഭൂരിപക്ഷ വോട്ടുകൾ ഒറ്റയടിക്ക് നഷ്ടമായതിന്റെ കാരണങ്ങൾ പാർട്ടി ഘടകങ്ങളിൽ വിശദീകരിക്കാൻ CPM-ന് കഴിഞ്ഞിരുന്നില്ല. ഇത് രൂക്ഷമായ വിമർശനങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പാർട്ടിയിൽ തെറ്റിദ്ധരുത്തൽ പ്രക്രിയ നടക്കുമ്പോൾ തന്നെയാണ് നയങ്ങളിൽ സമ്പൂർണ്ണ അഴിച്ചുപണിയും വരുത്തിക്കൊണ്ടിരിക്കുന്നത്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.